ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലായോ? ഇല്ലെങ്കിൽ വാ പറഞ്ഞുതരാം. ഒരു 100 ഗ്രാം ചിക്കൻ ഉണ്ടോ ബോൺലെസ് ഉണ്ടെങ്കിൽ എടുത്തു. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചൂടായ പാനിലേക്ക് വെച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലി അധികം വരണം കേട്ടോ. ഈ റെസിപ്പി ഉണ്ടാക്കാൻ 2 ഇഡ്ഡലി മതി. കുഞ്ഞായിട്ട് അരിഞ്ഞ് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ഫ്രൈ ആയ ചിക്കനിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് സവോളയും ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു തുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ആ ഉള്ളിയിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മുടെ ഇഡ്ഡലി കുഞ്ഞായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി മറിച്ചങ്ങ് എടുക്കണം. മോനൂട്ടനൊക്കെ ഇഡ്ഡലി കണ്ടാൽ കരയും. ഇങ്ങനെ കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുവാണേ, ഇച്ചിരി കൂടെ ഉണ്ടോ മമ്മാന്ന്. ഞാനൊരു സ്പൂൺ ടേസ്റ്റ് ചെയ്തു കേട്ടോ. ചൂടോടെ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ എന്നാ ഒരു ടേസ്റ്റ്. ഇഡ്ഡലിയാന്ന് പറയത്തേ ഇല്ലെന്നേ. ഏട്ടൻ പറയുക ഷവർമേക്കാളും ടേസ്റ്റ് എന്ന്. എന്തായാലും സാധനം തികഞ്ഞില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ മക്കളെ. ടാറ്റാ ബൈ.